സിറാജ് ലൈവ് ലോകവിശേഷത്തിലേക്ക് സ്വാഗതം. ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ നടത്തിയ വംശഹത്യാ ആക്രമണങ്ങളുടെ നേർചിത്രം തെളിവുകൾ സഹിതം വരച്ചുകാട്ടുന്ന ജസ്റ്റിസ് എസ് മുരളീധറിൻ്റെ നേതൃത്വത്തിലുള്ള UN വസ്തുതാന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ട് മുമ്പൊരിക്കലുമില്ലാത്ത ഉൾക്കാഴ്ചയോടെ ഫലസ്തീനിലേക്ക് നോക്കാൻ ലോകത്തെ പ്രാപ്തമാക്കുന്നുണ്ട്. പശ്ചിമേഷ്യ ഒരിക്കൽ കൂടി സംഘർഷത്തിലേക്ക് എടുത്തെറിയപ്പെടുകയും സമാധാനത്തിൻ്റെ എല്ലാ വെളിച്ചങ്ങളും അണച്ച് കണ്ണുകെട്ടി പരസ്പരം പോരടിക്കാൻ US-ഉം ഇറാനും ഇറങ്ങി പുറപ്പെടുകയും ചെയ്യുമ്പോൾ സംസാരിക്കേണ്ടത് ഗസയെക്കുറിച്ചും ഫലസ്തീനെക്കുറിച്ചും തന്നെയാണെന്ന ബോധ്യവും ഈ റിപ്പോർട്ട് ഊട്ടിയുറപ്പിക്കുന്നു. ഗസയിലെയും വെസ്റ്റ് ബാങ്കിലെയും മനുഷ്യരോട് ഐക്യപ്പെടാതെ ഒരു യുദ്ധവിരുദ്ധ നിലപാടും പൂർത്തിയാകില്ല. ആ നിലക്ക് നോക്കുമ്പോൾ ജസ്റ്റിസ് എസ് മുരളീധറിൻ്റെ നീതിന്യായ ധീരതയെ പിന്നെയും ആഘോഷിക്കേണ്ട ഘട്ടമാണിത്. ഗസയിൽ 2023 ഒക്ടോബർ 7 ശേഷം നടന്നത് അതിക്രൂരമായ വംശഹത്യാ ആക്രമണമാണെന്നും മനുഷ്യരാശി ആർജിച്ച സർവ്വമാനവിക മൂല്യങ്ങളെയും റദ്ദാക്കുന്ന ക്രൗര്യമാണെന്നും വ്യക്തമാക്കുന്ന UN റിപ്പോർട്ടിന് പിന്നിൽ പ്രവർത്തിച്ച ഇന്ത്യൻ നിയമവിദഗ്ധൻ എന്ന അർത്ഥത്തിൽ മാത്രമല്ല ജസ്റ്റിസ് മുരളീധർ വായിക്കപ്പെടേണ്ടത്. മറിച്ച് അനീതിക്കെതിരെ ശബ്ദിക്കാൻ അസാമാന്യ ധീരതയുള്ളയാളെന്ന നിലയിലാണ്. 1984 ചെന്നൈ നഗരത്തിലാണ് ശ്രീനിവാസ മുരളീധർ തൻ്റെ അഭിഭാഷക വൃത്തി ആരംഭിച്ചത്. 1987 അദ്ദേഹം സുപ്രീം കോടതിയിലും ഡൽഹി ഹൈക്കോടതിയിലും അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുന്നതിനായി മാറി. കൂടാതെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും വേണ്ടി അദ്ദേഹം നിയമോപദേശം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്തു. 1984 25,000-ലധികം മനുഷ്യരുടെ മരണത്തിനിടയാക്കിയ ഭോപ്പാൽ വാതക ദുരന്തത്തിലെ ഇരകൾക്ക് വേണ്ടി സൗജന്യമായി വാദിച്ചത് അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കി. നർമ്മദ പദ്ധതി മൂലം കുടിയൊഴിപ്പിക്കപ്പെട്ട ജനങ്ങൾക്കായും അദ്ദേഹം പ്രവർത്തിച്ചു. 2006 ഡൽഹി ഹൈക്കോടതിയിൽ ജഡ്ജിയായി നിയമിതനായ ജസ്റ്റിസ് മുരളീധർ പൗരാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി തൻ്റെ ജുഡീഷ്യൽ മികവ് നിരന്തരം ഉപയോഗിച്ചു. JNU വിദ്യാർത്ഥിയായിരുന്ന നജീബ് അഹമ്മദിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് CBIയുടെ അലംഭാവത്തിനെതിരെ ശക്തമായ നിലപാടാണ് ജസ്റ്റിസ് മുരളീധർ സ്വീകരിച്ചത്. നജീബിൻ്റെ തിരോധാനത്തെ ചൊല്ലിയുള്ള പ്രതിഷേധങ്ങളെ ജനകീയ ആശങ്കയുടെ ജനാധിപത്യപരമായ ആവിഷ്കാരം എന്നാണ് അദ്ദേഹം തൻ്റെ ഉത്തരവിൽ നിരീക്ഷിച്ചത്. സിഖ് വിരുദ്ധ കലാപത്തിൽ കോൺഗ്രസ് നേതാവ് സജ്ജൻ കുമാറിന് കൃത്യമായ പങ്കുണ്ടെന്ന നിലപാട് അദ്ദേഹം തൻ്റെ വിധിന്യായത്തിൽ സ്വീകരിച്ചു. ഇത്തരം നിരവധി കേസുകളിൽ നീതിയുടെ പക്ഷത്ത് ഒട്ടും വളയാത്ത നിലപാടുമായി നിലയുറപ്പിച്ചയാളാണ് മുരളീധർ. ഇത്തരമൊരു ട്രാക്ക് റെക്കോർഡുള്ള ഈ ന്യായാധിപനോട് മോദി സർക്കാർ എന്താണ് ചെയ്തത്? ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമെന്ന് വാഴ്ത്തപ്പെടുന്ന ഇന്ത്യയിലെ ഭരണകൂടം അപമാനിച്ചിറക്കിയ ന്യായാധിപനാണ് ജസ്റ്റിസ് മുരളീധർ. നവഫാഷിസത്തിൻ്റെ പ്രവർത്തന രീതി പഠിക്കുന്നവർ സഗൗരവം വായിക്കേണ്ട അധ്യായമാണ് അദ്ദേഹം. 2020 ഫെബ്രുവരിയിൽ വടക്കുകിഴക്കൻ ഡൽഹിയിൽ മുസ്ലിങ്ങൾക്ക് നേരെ ആസൂത്രിത ആക്രമണം അരങ്ങേറിയ ഘട്ടം. അന്ന് ഡൽഹി ഹൈക്കോടതിയിലെ മുതിർന്ന ജഡ്ജിയായിരുന്നു മുരളീധർ. നഗരം കൊലവിളിയിൽ മുങ്ങിപ്പോയപ്പോൾ തൻ്റെ വസതിയിൽ അർദ്ധരാത്രി ഇത് സംബന്ധിച്ച ഹർജിയിൽ അദ്ദേഹം വാദം കേട്ടു. പിറ്റേന്ന് ഉച്ച കഴിഞ്ഞ് ആ നിർണായക ഉത്തരവിറക്കി. BJP നേതാവ് കപിൽ മിശ്രക്കെതിരെ വിദ്വേഷ പ്രചാരണത്തിന് ക്രിമിനൽ കേസെടുക്കണം. ഇക്കാര്യത്തിൽ കുറ്റകരമായ കൃത്യവിലോപം കാണിച്ച ഡൽഹി പോലീസിനെതിരെ രൂക്ഷ ശാസനയുടെ ചുറ്റിക ചുഴറ്റി ജസ്റ്റിസ് മുരളീധർ. മിശ്രയെ തൊട്ടപ്പോൾ BJP സർക്കാരിന് പൊള്ളി. ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യവും ചെക്സ് ആൻഡ് ബാലൻസും ഒന്നും പിന്നെ പ്രശ്നമായില്ല. അർദ്ധരാത്രി തന്നെ സ്ഥലം മാറ്റ ഉത്തരവിറങ്ങി. മുരളീധറിനെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലേക്ക് തട്ടി. അന്നാണ് ഡൽഹി ഹൈക്കോടതി ബാർ അസോസിയേഷൻ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ സമരം പുറത്തെടുത്തത്. അഭിഭാഷകർ പണിമുടക്കി. അതൊന്നും ഫാസിസ്റ്റ് സർക്കാരിൻ്റെ മുഷ്കിന് ശമനം ഉണ്ടാക്കിയില്ല. വലിയ ബെഞ്ചുകളിലേക്ക് അദ്ദേഹത്തെ ഉയർത്തുന്നതിനുള്ള അംഗീകാരം നിരന്തരം തടഞ്ഞു. സുപ്രീം കോടതിയിലേക്ക് അയക്കുന്നതിന് പകരം 2022 സെപ്റ്റംബറിൽ സുപ്രീം കോടതി കൊളീജിയം ജസ്റ്റിസ് മുരളീധറിനെ മദ്രാസ് ഹൈക്കോടതിയിലേക്ക് മാറ്റാൻ ശുപാർശ ചെയ്തു. സർക്കാർ 6 മാസത്തേക്ക് തീരുമാനം തടഞ്ഞു. 2023 ഏപ്രിലിൽ കൊളീജിയം ഈ നിർദ്ദേശം തിരിച്ചു വിളിച്ചു. ഒറീസ ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് മുരളീധറിന് ലഭിച്ച ആദരം ഹൃദയഹാരിയായിരുന്നു.
ആ യാത്രയയക്കൽ ചടങ്ങ് കോടതിയുടെ ഏതോ മൂലയിലെ മുറിയിൽ ഒതുങ്ങിയില്ല. ആ ആദരം തെരുവിലേക്ക് നീണ്ടു. ഒരിക്കൽ ന്യൂഡൽഹിയിൽ എക്സിക്യൂട്ടീവ് അധികാരികളുടെ പ്രതികാരദാഹത്തിന് ഹേതുവായ അതേ നീതിബോധം ഐക്യരാഷ്ട്രസഭയുടെ സ്വതന്ത്ര അന്വേഷണ കമ്മീഷൻ്റെ അധ്യക്ഷനായിരിക്കെ ജസ്റ്റിസ് മുരളീധർ വിട്ടുവീഴ്ചയില്ലാതെ പ്രയോഗിച്ചപ്പോൾ ഫലസ്തീനിലെ സത്യം ലോകത്തിനു മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ടു. ചരിത്രത്തിൽ ഒരിക്കലും സാധ്യമാകാത്ത തെളിച്ചത്തോടെ. ഈ റിപ്പോർട്ടിനെ അസത്യങ്ങളുടെ കലവറയെന്ന് വിശേഷിപ്പിച്ച് നെതന്യാഹു ഭരണകൂടം തള്ളിക്കളയുമ്പോൾ എത്രമാത്രം ശക്തിമത്താണ് ആ സത്യാന്വേഷണമെന്ന് മനുഷ്യസ്നേഹികൾ തിരിച്ചറിയുന്നു. അമേരിക്കയുടെ പിന്തുണയില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾക്ക് ഇന്ത്യയുണ്ടെന്ന് പ്രഖ്യാപിക്കാൻ മാത്രം ഇഴയെടുപ്പമുണ്ട് നരേന്ദ്രമോദിയുമായി നെതന്യാഹുവിന്. മോദിയാകട്ടെ ഇസ്രായേലുമായുള്ള ബന്ധം ആഴത്തിൽ വേരൂന്നിയതാണെന്നും ഇപ്പോഴേക്കും അതിനപ്പുറത്തേക്കും നീളുന്നതാണെന്നും തുറന്നു പറഞ്ഞ് ആ ഗാഠബന്ധം സ്ഥിരീകരിക്കുന്നു. ഇന്ത്യ ചരിത്രത്തിലുടനീളം കൈമോശം വരാതെ കാത്തുസൂക്ഷിച്ച ഫലസ്തീൻ ഐക്യദാർഢ്യമാണ് മോദി തകർത്ത് കളഞ്ഞത്. 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇസ്രായേലിൻ്റെ ഏറ്റവും വിശ്വസനീയ ആയുധ ഇടപാട് രാജ്യമായി ഇന്ത്യ മാറി. ഇസ്രായേലിൻ്റെ കയറ്റുമതിയുടെ 37% ഇന്ത്യയിലേക്ക് ഒഴുകി. അദാനി ഗ്രൂപ്പായിരുന്നു ഈ ബന്ധത്തിലെ ഏറ്റവും ശക്തമായ കണ്ണി. ഇസ്രായേലിൻ്റെ സുപ്രധാന യുദ്ധോപകരണങ്ങളിലൊന്നായ ഹെർമിസ് 900 ഡ്രോണുകൾ നിർമ്മിക്കാൻ 2016 അദാനി ഗ്രൂപ്പും ഇസ്രായേലിൻ്റെ എൽബിറ്റ് ഗ്രൂപ്പും ചേർന്ന് ഹൈദരാബാദിൽ സംയുക്ത സംരംഭം ആരംഭിച്ചു. ടോൺബോ ഇമേജിംഗ്, ഭാരത് ഫോർജ്, ടെക് മഹീന്ദ്ര എന്നിവയുൾപ്പെടെയുള്ള മറ്റ് ഇന്ത്യൻ സ്ഥാപനങ്ങളും ഇത്തരം സംയുക്ത സംരംഭങ്ങൾ സ്ഥാപിച്ചു. ഇസ്രായേലി ഗ്രൂപ്പായ ഗാഡോട്ടിനൊപ്പം 2023 ജനുവരിയിൽ അദാനി ഇസ്രായേലിലെ ഹൈഫ തുറമുഖത്തിൻ്റെ നടത്തിപ്പ് ഏറ്റെടുത്തു. പ്രധാനമന്ത്രി പദത്തിലിരിക്കെ ഇസ്രായേൽ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ നേതാവായി മോദി മാറി. ആ സന്ദർശനം തീവ്ര വലതുപക്ഷ പ്രത്യയശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന രണ്ട് നേതാക്കൾ തമ്മിലുള്ള ഇഴപിരിയാത്ത ബാന്ധവത്തിൻ്റെ എല്ലാ സവിശേഷതകളും പേറുന്നതായിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം സ്വർഗത്തിൽ എഴുതപ്പെട്ടതാണെന്നായിരുന്നു മോദിയുടെ കൈപിടിച്ച് കടൽത്തീരത്ത് നടക്കവേ നെതന്യാഹു പറഞ്ഞത്. ലോകത്തെ ഏറ്റവും നിഗൂഢമായ സുരക്ഷാ സഖ്യമായി ആ ബന്ധം വളർന്നിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഫെബ്രുവരിയിൽ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഇറാനെ ആക്രമിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് മോദി വീണ്ടും ഇസ്രായേൽ സന്ദർശിച്ചു. തൻ്റെ സ്വന്തം രാജ്യത്തെ ഉന്നത നേതാക്കൾ ഗാഠമായി പുണരുന്നവരുടെ കൈകൾക്ക് ഗസയിലെ കുഞ്ഞുങ്ങളുടെ ചുടുചോരയുടെ മണമാണെന്ന് വിളിച്ചു പറയുകയാണ് ജസ്റ്റിസ് മുരളീധറും സംഘവും തയ്യാറാക്കിയ റിപ്പോർട്ട്. നരേന്ദ്രമോദി സർക്കാർ അപമാനിച്ചിറക്കിയ ജസ്റ്റിസ് മുരളീധർ അന്ന് ഡൽഹിയിലെ മോദിയുടെ കൂട്ടാളികളെയാണ് ജുഡീഷ്യൽ പരിശോധനയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചതെങ്കിൽ ഇന്ന് മോദിയുടെ ആഗോള സുഹൃത്തിനെ അന്താരാഷ്ട്ര നീതിന്യായ സംവിധാനത്തിന് മുമ്പിലേക്ക് ആനയിക്കുകയാണ്. വംശഹത്യാ കുറ്റവാളിയായി നെതന്യാഹു ലോകത്തിനു മുമ്പിൽ നിൽക്കുന്നു. UN വസ്തുതാന്വേഷണ സംഘം സമർപ്പിച്ച 94 പേജ് വരുന്ന പ്രാഥമിക റിപ്പോർട്ടിലുടനീളം ശിശുഹത്യയുടെ നേർസാക്ഷ്യങ്ങളാണ്. 2 വർഷത്തിനിടെ കുറഞ്ഞത് 20,179 കുട്ടികൾ കൊല്ലപ്പെട്ടുവെന്നും ഇത് മൊത്തം ഫലസ്തീൻ മരണസംഖ്യയുടെ ഏകദേശം 30% വരുമെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. ഇസ്രായേലിൻ്റെ സൈനിക നടപടികളും ആസൂത്രിത നീക്കങ്ങളും വംശഹത്യ, യുദ്ധക്കുറ്റങ്ങൾ, മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ എന്നിവയുടെ പരിധിയിൽ വരുന്നതാണെന്ന് കമ്മീഷൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഗർഭിണികളെ തെരഞ്ഞു പിടിച്ചു കൊന്നു. മുതിർന്നവർക്ക് ഒപ്പം നടക്കുന്ന കുഞ്ഞിനെ മാത്രം കൊല്ലാൻ ശേഷിയുള്ള ഡ്രോണുകൾ പ്രയോഗിച്ചു. കുഞ്ഞുങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലാനായി ക്രൂരമായ ഉപരോധം അടിച്ചേൽപ്പിച്ചു. വരും തലമുറ അവശേഷിക്കരുത് എന്നത് തന്നെയായിരുന്നു ലക്ഷ്യം. ആശുപത്രികളടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തകർത്തു. ശിശു സംരക്ഷണ കേന്ദ്രങ്ങളും പ്രസവ പരിചരണ സംവിധാനങ്ങളും പ്രത്യേകം ലക്ഷ്യമിട്ടുവെന്ന് ജസ്റ്റിസ് മുരളീധർ എടുത്തു പറയുന്നുണ്ട്. വെസ്റ്റ് ബാങ്കിലെ ലൈംഗിക അതിക്രമങ്ങളും കുട്ടികളെ അനിയന്ത്രിതമായി തടങ്കലിൽ വെച്ചതും സംബന്ധിച്ച കണ്ടെത്തലുകളും റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ടിൻ്റെ ആധികാരികത ജസ്റ്റിസ് മുരളീധർ ഇങ്ങനെ വിശദീകരിക്കുന്നു. ഗസ, വെസ്റ്റ് ബാങ്ക്, കിഴക്കൻ ജെറൂസലേം എന്നിവിടങ്ങളിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ മാത്രമല്ല, ഇസ്രായേലിനകത്തെ സംഭവങ്ങളും പരിശോധിക്കാനാണ് കമ്മീഷൻ നിയോഗിക്കപ്പെട്ടത്. നിശ്ചിത വിഷയങ്ങൾക്ക് പുറമെ കോൺഫറൻസ് റൂം പേപ്പറുകൾ എന്ന് വിളിക്കുന്ന വിശദമായ റിപ്പോർട്ടുകളും തയ്യാറാക്കുന്നു. ഫലസ്തീനികൾക്കെതിരായ IDF സൈനികരടക്കം നടത്തിയ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടും ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതൊരു തുടർ പ്രക്രിയയാണ്.
ഈ തെളിവുകൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ICJയെയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ICCയെയും സഹായിക്കും. ഞാൻ സഞ്ചരിക്കുന്നത് അപകടകരമായ വഴിയിലൂടെയാണ്. നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ. അനീതിക്കെതിരായ നിലപാടിൽ നാം പിന്നോട്ട് പോയാൽ ആ ശൂന്യത ആര് നികത്തും? ജസ്റ്റിസ് മുരളീധർ ചോദിക്കുന്നു. വീറ്റോ രാജ്യങ്ങൾ ഭരിക്കുന്ന UN, അധികാരമില്ലാത്ത ICCയും ICJയും, വിപണിക്കു വേണ്ടി സംഘർഷങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന വൻ ശക്തികൾ. ഈ നിരാശക്കിടയിൽ ജസ്റ്റിസ് മുരളീധരനെ പോലുള്ള നീതിമാന്മാരുടെ വാക്കുകൾ വെളിച്ചം വിതറുന്നു. ആഘോഷിക്കേണ്ട നീതിമാനായ ന്യായാധിപനാണ് ജസ്റ്റിസ് മുരളീധർ. മറ്റൊരു വിഷയവുമായി ലോകവിശേഷത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. waytonikah.com, the exclusive Muslim matrimonial site.